ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്റ്റോറി പറഞ്ഞാലോ? ഒരു തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും ഒരു മനുഷ്യൻ ഭിക്ഷയിരിക്കുമായിരുന്നു. ഭിക്ഷ ചോദിച്ച് കിട്ടുന്നതിൽ നിന്നായിരുന്നു അയാളുടെ ജീവിതം മുന്നോട്ടു പോയിരുന്നത്. ട്രെയിൻ വരും, ആളുകൾ വരും, അയാൾ കൈനീട്ടി ഭിക്ഷ ചോദിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ട്രെയിനിൽ കയറാൻ നിൽക്കുന്ന സ്യൂട്ടും ബൂട്ടും ധരിച്ച ആത്മവിശ്വാസം നിറഞ്ഞ ഒരാളെ അവൻ കണ്ടു. ഇയാൾ വലിയ ആളായിരിക്കണം എന്ന് ഭിക്ഷക്കാരൻ മനസ്സിൽ പറഞ്ഞു. അവന്റെ അടുത്തേക്ക് ചെന്നു പതിവ് പോലെ ഭിക്ഷ ചോദിച്ചു. ആ മനുഷ്യൻ ഭിക്ഷക്കാരനെ നോക്കി ചോദിച്ചു, "നീ എപ്പോഴും ഭിക്ഷ ചോദിക്കാറുണ്ടല്ലോ. ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ?" ഭിക്ഷക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സാർ, ഞാനൊരു ഭിക്ഷക്കാരനാണ്. കൊടുക്കാൻ എനിക്കെന്തുണ്ട്?" അപ്പോൾ ആ മനുഷ്യൻ ശാന്തമായി പറഞ്ഞു, "ഈ ലോകത്തൊന്നും സൗജന്യമല്ല. നീ കൊടുക്കുമ്പോഴാണ് നിനക്ക് ലഭിക്കുന്നത്. കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ചോദിക്കാനും അവകാശമില്ല." അത്രമാത്രം പറഞ്ഞു അയാൾ ട്രെയിനിൽ കയറിപ്പോയി. അന്നത്തെ രാത്രി ഭിക്ഷക്കാരന് ഉറങ്ങാനായില്ല. ആ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. ഞാനൊന്നും കൊടുക്കാതെ ചോദിക്കുന്നതുകൊണ്ടാണോ എന്റെ ജീവിതം ഇങ്ങനെ നിൽക്കുന്നത്? അവൻ ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ചോദിക്കുക മാത്രമല്ല, എനിക്ക് കഴിയുന്നതെന്താണോ അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. പക്ഷേ ഒരു ചോദ്യം അയാളുടെ മനസ്സിനെ അലട്ടി. എനിക്കെന്താണ് കൊടുക്കാൻ കഴിയുക? 2 ദിവസം അവൻ ഉത്തരമില്ലാതെ അലഞ്ഞു. 3-ാം ദിവസം സ്റ്റേഷനരികിലെ ഒരു മുല്ലച്ചെടിയിൽ ചിരിച്ചുകൊണ്ട് പൂത്തുനിന്ന മുല്ലപ്പൂക്കൾ അവന്റെ കണ്ണിൽപ്പെട്ടു. അവൻ ചിന്തിച്ചു, പണം കൊടുക്കാൻ എനിക്കാവില്ല, പക്ഷേ ഈ മുല്ലപ്പൂക്കളെങ്കിലും കൊടുക്കാമല്ലോ. അന്നുമുതൽ ആരെങ്കിലും അവന് ഭിക്ഷ നൽകിയാൽ അവൻ പകരം ഒരു കുടം മുല്ലപ്പൂവ് നൽകി. അത്ഭുതകരമായൊരു മാറ്റം സംഭവിച്ചു. ആളുകൾ സന്തോഷത്തോടെ പൂവ് സ്വീകരിച്ചു. ചിലർ വീണ്ടും തിരിഞ്ഞ് പണം നൽകി. മുല്ലപ്പൂക്കളുള്ള ദിവസങ്ങളിൽ അവന് ഭിക്ഷ കൂടുതലായി ലഭിക്കാൻ തുടങ്ങി. മുല്ലപ്പൂക്കൾ തീർന്നാൽ ഭിക്ഷയും തീരും. അവൻ മനസ്സിലാക്കി, ആളുകൾക്ക് കൊടുത്താലേ അവർ തിരിച്ചു നൽകൂ എന്ന്. ഒരു ദിവസം അന്നത്തെ സെയിം സ്യൂട്ട് ധരിച്ച ആളെ വീണ്ടും ട്രെയിനിൽ കണ്ടു. ഭിക്ഷക്കാരൻ പറഞ്ഞു, "ഇന്നെനിക്ക് താങ്കൾക്ക് തരാനൊന്നുണ്ട്." അവൻ ഒരു കുടം മുല്ലപ്പൂവ് നീട്ടി. ആ മനുഷ്യൻ പണം നൽകി പൂവ് വാങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇപ്പോൾ നീ ഭിക്ഷക്കാരനല്ല, ഒരു വ്യാപാരിയാണ്." ആ വാക്ക് അവന്റെ ജീവിതം മാറ്റി. അന്നവൻ ഉറക്കെ പറഞ്ഞു, "ഞാൻ ചെറുതല്ല, ഞാൻ വെറും ഭിക്ഷ ചോദിക്കുന്നവനല്ല, ഞാനും വളരും." അടുത്ത ദിവസം മുതൽ ആ സ്റ്റേഷനിൽ ആ ഭിക്ഷക്കാരനെ ആരും കണ്ടില്ല. 6 മാസം കഴിഞ്ഞ് അതേ സ്റ്റേഷനിൽ 2 സ്യൂട്ട് ധരിച്ച ആളുകൾ കണ്ടുമുട്ടി. ഒരാൾ പറഞ്ഞു, "നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ." മറ്റേയാൾ പുഞ്ചിരിച്ചു, "അതെ, ഒരു കാലത്ത് ഞാൻ മുല്ലപ്പൂക്കൾ വിറ്റിരുന്നു. ഇന്ന് ഞാൻ പൂക്കളുടെ വലിയ വ്യാപാരിയാണ്." ഈ ലോകം നമ്മളെ വിലമതിക്കുന്നത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നതനുസരിച്ചാണ്. നമ്മൾ നമ്മളെ ചെറുതായി കാണുന്നിടത്തോളം ലോകവും നമ്മളെ ചെറുതായി കാണും. ചിന്ത മാറ്റൂ, സ്വയം വിശ്വസിക്കൂ, വിജയം പിന്നാലെ വരും.